അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി കുല്ലിഹിം അജ്മഈൻ അമ്മാ ബഅദ്. അർഹമുർ-റഹീമായ റബ്ബ് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നാം ചർച്ച ചെയ്യുന്ന സ്വർഗത്തിൽ ഒത്തുകൂടാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. മിനിയാന്ന് നമ്മൾ ചെയ്തിരുന്നത് ഉത്തമ വിഭാഗവും സ്വർഗവും. അതിന്റെ വകഭേദമായി വന്ന ഒരു ചർച്ചയായിരുന്നു ഇന്നലെ ചർച്ച ചെയ്ത ശ്ലീലം മരീചികയായ ഇഹലോകം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, മധ്യമ വിഭാഗവും സലാമത്തും. ഇത് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് എന്താ സന്തോഷമെന്ന് ചോദിച്ചാൽ, എനിക്കും നിങ്ങൾക്കൊക്കെ വല്ല ചാൻസും ഉണ്ടെങ്കിൽ ഇതിനെതിരെ പെടാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ എന്തുകൊണ്ടും ഈ ചർച്ചയിൽ ശരിക്ക് മനസ്സും കണ്ണ് മാത്രം പോരാ, ചെവി മാത്രം പോരാ, മനസ്സും കൂടെ സദസ്സിൽ വേണം. അസ്ഹാബുൽ യമീൻ എന്ന് പറഞ്ഞാൽ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ വലതുപക്ഷം, ഈ മഹാഭാഗ്യവാന്മാർ, വലതു കൈയിൽ കിതാബ് കിട്ടുന്ന ഈ മഹാഭാഗ്യവാന്മാർ, ഈ സൗഭാഗ്യവാന്മാര് അള്ളാഹുവിന്റെ കരുണ കൊണ്ട് മാത്രം, അള്ളാഹു കനിയുന്നത് കൊണ്ട് മാത്രം സ്വർഗ അഡ്മിഷൻ ലഭിക്കുന്ന വിഭാഗമാണ്. സ്വർഗത്തിലേക്ക് അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അവർക്ക് കഷ്ടിച്ച് കിട്ടുക. അള്ളാഹ് അനുഗ്രഹിക്കുന്നത് സുല്ലത്തും മിനൽ അവ്വലീന വസുല്ലത്തും മിനൽ ആഖിരീൻ. മുൻഗാമികളിൽ ഇഷ്ടം പോലെ ഉണ്ട്, പിൻഗാമികളിലും ഇഷ്ടം പോലെ ഉണ്ട്. അത് മാത്രമാണ് ഇപ്പൊ നമ്മളെ ഉത്തേജിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നാളെ ചർച്ചയിൽ വരുള്ളൂ. അത് മാത്രമാണ് ഇപ്പൊ നമ്മളെയൊക്കെ ഉത്തേജിപ്പിക്കുന്നത്. പിൻഗാമികളിലും ഇഷ്ടം പോലെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ സദസ്സിൽ നല്ലോണം ഉണ്ട് സ്വർഗാവകാശികൾ എന്ന് ഉറപ്പാണല്ലോ. കഷ്ടിച്ചെങ്കിലും സ്വർഗത്തിലെത്തുന്നവര് ഈ സദസ്സിലും ഉണ്ട് ഒരുപാട്. അള്ളാഹു അവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇതൊരു വല്ലാത്ത അനുഭവമാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് നാളെ ആയിരിക്കും കൂടുതൽ ആ വിഷയത്തിലേക്ക് ചർച്ച വരിക. ഇന്ന് മൊത്തമായിട്ട് ഇനിയാന്ന് നമ്മൾ ചെയ്തതുപോലെ ആ മധ്യമ വിഭാഗത്തിന്, കഷ്ടിച്ച് രക്ഷപ്പെടുന്ന ഈ വിഭാഗത്തിന് ഉള്ള നേട്ടങ്ങളെക്കുറിച്ച് ചെറിയ രൂപത്തിലൊന്ന് ഇങ്ങോട്ട് പറയാം. നേരെ അതിന്റെ ചെറിയൊരു വ്യാഖ്യാനം പറയാം. എന്നിട്ട് നാളെ തൊട്ട് ഇൻഷാ അല്ലാഹ് നാളത്തെ വിഷയം നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയതാണല്ലോ, സ്വർഗത്തിലെ ഇഹലോക തരുണികൾ. കാരണം അതിന്ന് കൂടുതൽ ഉത്ബോധിപ്പിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മുടെ സഹോദരിമാരിലേക്ക് നമ്മൾ ഈ സംസാരിക്കുന്നത് എത്തുമെന്നതുകൊണ്ട് എന്തായാലും അതിന് നല്ലൊരു പ്രതീക്ഷ ഉണ്ട്. അത് ഇൻഷാ അല്ലാഹ് നാളെ. അപ്പൊ ഈ മധ്യമ വിഭാഗത്തിന് കിട്ടാൻ പോകുന്ന നേട്ടം എന്താ? അല്ലാഹു പറഞ്ഞു, വ അസ്ഹാബുൽ യമീനി മാ അസ്ഹാബുൽ യമീൻ. മധ്യമ വിഭാഗം, ഈ സൗഭാഗ്യവാന്മാർ, മാ അസ്ഹാബുൽ യമീൻ. ആരാണ് സൗഭാഗ്യവാന്മാർ? എന്താണ് അവരുടെ ഹാല്? അവരെത്ര വലിയ ഭാഗ്യവാന്മാരാ. കാരണം കൂടുതലൊന്നും ചെയ്തിട്ടല്ല അവർ രക്ഷപ്പെടുന്നത്, മറിച്ച് അവർ രക്ഷപ്പെടുന്നത് പടച്ച റബ്ബിന്റെ കരുണ കൊണ്ട് മാത്രം, അവൻ കനിഞ്ഞതുകൊണ്ട് മാത്രം സ്വർഗത്തിലെത്തുന്നവരാ. അവരെത്ര വലിയ ഭാഗ്യവാന്മാരാ, പറയാനുണ്ടോ? മാ അസ്ഹാബുൽ യമീൻ ഫീ സിദ്രിൻ മഖ്ലൂദ്. മുള്ളില്ലാത്ത എലന്ത മരത്തിലാണ്, എലന്ത മരങ്ങൾക്കിടയിലാണ് അവർ സ്ഥിതി ചെയ്യുന്നത്. മുള്ളില്ലാത്ത എലന്ത മരങ്ങൾ. ഇൻഷാ അല്ലാഹ് ഒക്കെ പറയാം. സ്വാഭാവികമായിട്ടും ഇതിന്റെ അർത്ഥം ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, എന്താ ഇപ്പൊ സ്വർഗം എന്ന് പറഞ്ഞാൽ കുറച്ച് കാടും പൊന്തിയൊക്കെ ആണോ സ്വർഗം? ഇൻഷാ അല്ലാഹ് അതൊക്കെ പറഞ്ഞുതരാം. ഫീ സിദ്രിൻ മഖ്ലൂദ്. മുള്ളില്ലാത്ത എലന്ത മരങ്ങൾക്കും അതുപോലെ തന്നെ വത്വൽഹിം മംദൂദ്, അട്ടിയട്ടിയായി അടുക്കടുക്കായി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വാഴക്കുലകളുള്ള വാഴത്തോട്ടത്തിലും വത്വൽഹിം മംദൂദ് വദില്ലിം മംദൂദ്, നീണ്ടു കിടക്കുന്ന തണലിലും, നീണ്ടു കിടക്കുന്ന പരന്നു കിടക്കുന്ന തണൽ. ഇവർ സ്ഥിതി ചെയ്യുന്ന സൗകര്യങ്ങളാണ്. അവരെവിടെയാ ഉള്ളത്? അവരുടെ സൗകര്യത്തെക്കുറിച്ചാണ് അല്ലാഹു ആ പറയുന്നത്. ഫീ സിദ്രിൻ മഖ്ലൂദ് വത്വൽഹിൻ മംദൂദ് വദില്ലിൻ മംദൂദ് വമാഇൻ മസ്കൂബ്. കുത്തിച്ചൊരിയുന്ന വെള്ളം,
വമാഇൻ മസ്കൂബ്, കുത്തിച്ചൊരിയുന്ന വെള്ളം. വമാഇൻ മസ്കൂബ് വഫാകിഹത്തിൻ കസീറ, ധാരാളം പഴവർഗ്ഗങ്ങളും. ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ, ലാ മഖ്തൂഅ ഏതെങ്കിലും ഒരു സീസണിൽ മുറിഞ്ഞു പോകുന്ന പഴങ്ങളല്ല. വലാ മംനൂഅ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ഉപഭോക്താവിന് തടയപ്പെടുന്ന പഴങ്ങളുമല്ല. വലാ മംനൂഅ, ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ. വഫുറുശിൻ മർഫൂഅ, അത്യുന്നത നിലവാരമുള്ള ബെഡുകൾ. അവർ കിടന്നുറങ്ങുന്ന ബെഡുകൾ ഉന്നതമായ ബെഡുകളാണ്, വിരിപ്പുകളാണ്. വഫുറുശിൻ മർഫൂഅ, അത്യുന്നതമായ ബെഡുകൾ. ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ, തീർച്ചയായിട്ടും അവർക്ക് വേണ്ട ഇണകൾ അവരെ നാമാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതാണ് അവർക്ക് അത്രമാത്രം സൗന്ദര്യമുണ്ടാകാൻ കാരണം. ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ, ഭൂമിയിൽ ഒരു പക്ഷേ 10 പെറ്റ പാത്തുമ്മത്താത്തയാണ്, പക്ഷേ അവിടെ വരുമ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. ഫജഅൽനാഹുന്ന അബ്കാറ, അവരെ മുഴുവനും നാം കന്യകകളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അത് എന്റെ സൃഷ്ടി വൈഭവമാണ്. ഫജഅൽനാഹുന്ന അബ്കാറ, അവർ മുഴുവനും കന്യകകളാണ്, കെട്ടിക്കാത്ത അതേ അവസ്ഥയിൽ. ഫജഅൽനാഹുന്ന അബ്കാറ ഉറൂബൻ, ഭർത്താക്കന്മാരെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുന്ന പെണ്ണുങ്ങൾ. ഉറൂബൻ അത്റാബ, ഒരേ പ്രായക്കാര്, സെയിം ഏജാണ്, ഒരേ പ്രായം, ഒരേ പ്രായക്കാരാണ്. അത്റാബൻ ലിഅസ്ഹാബിൽ യമീൻ, അസ്ഹാബുൽ യമീനിന് വേണ്ടി അവരെ സമപ്രായക്കാരാക്കിയത്, സ്നേഹമുള്ള ഭാര്യമാരാക്കിയത്, കന്യകകളാക്കിയത് നമ്മളാണ്. അല്ലാഹു പറയുന്നു, സുല്ലത്തും മിനൽ അവ്വലീന വസുല്ലത്തും മിനൽ ആഖിരീൻ, മുൻഗാമികളിൽ ഒരു കൂട്ടം തന്നെയുണ്ട് ഇങ്ങനെ കഷ്ടിച്ച് രക്ഷപ്പെട്ട് ഇത്രയും വലിയ അനുഗ്രഹം നേടുന്ന മഹാഭാഗ്യവാന്മാർ. വസുല്ലത്തും മിനൽ ആഖിരീൻ, പിൽക്കാലക്കാരിലുമുണ്ട് നല്ല ഒരു വലിയൊരു കൂട്ടം. ഇതാണിപ്പോ മധ്യമ വിഭാഗത്തിന്റെ സലാമത്ത്. സലാമത്താകുക എന്ന് പറഞ്ഞാൽ അതൊരു കഷ്ടിച്ച് രക്ഷപ്പെടല, പക്ഷെ സലാമത്തായി കിട്ടാൻ പോകുന്നത് ഒരു വലിയ സംഭവമാണ്. ഫീ സിദ്രിൻ മഖ്ദൂദ് വതൽഹിൻ മംദൂദ്, ഇവിടെ നിങ്ങൾക്ക് പ്രഥമ ദൃഷ്ട്യാ തന്നെ ഒരു വലിയ അന്തരം കണ്ടിട്ടുണ്ടാകും.